വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പണപ്പിരിവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി ഉയർന്നിരിക്കുകയാണ്. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകി പണം പിരിച്ചെടുത്തെന്നും ആ വാഗ്ദാനം പാലിച്ചില്ലെന്നും പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപ ദുരുപയോഗം ചെയ്തുമെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവർക്കൂടെ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് പരാതി. കോലഞ്ചേരി സ്വദേശിനിയുടേതാണ് പരാതി. കൊച്ചി സെൻട്രൽ പോലീസിൽ KM ഉമേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അതിന് തൊട്ടുമുൻപ് പരാതിക്കാരുടെ പ്രതികരണത്തിലേക്ക്. ശരി, KM ഉമേഷിലേക്ക് ആദ്യം പോകാം. ഉമേഷ്, വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഉയരുകയാണ് ഈ യൂത്ത് കോൺഗ്രസ് പിരിച്ച ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ആരോപണങ്ങളും പരാതികളും ഉയരുന്നത് ഈ സംസ്ഥാന പഠന ക്യാമ്പിൽ തന്നെയാണ്. അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പരാതികളും വരുന്നത്. ഇപ്പോൾ പോലീസിൽ പരാതിയായി വരുന്നു. അതെ വിനിഷ, കോലഞ്ചേരി സ്വദേശിനിയായ അഭിഭാഷക TR ലക്ഷ്മിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഫണ്ട് തട്ടിപ്പ് ആരോപണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി നൽകിയിരിക്കുന്നത്. അവർ പരാതിയിൽ പറയുന്നത് താൻ ഉൾപ്പെടെ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പിരിവിൻ്റെ ഭാഗമായത്, അതായത് സംഭാവന നൽകിയതാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി 30 വീടുകൾ നിർമ്മിച്ച് നൽകും. അതിനുവേണ്ടി 2.80 കോടി രൂപയും സ്പോൺസർഷിപ്പ് തുകയും ശേഖരിക്കും. തുടർന്ന് 30 വീടുകൾ നിർമ്മിച്ച് നൽകും. അതിൻ്റെ ഭാഗമായി 2 ലക്ഷം രൂപ വീതം നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ശേഖരിക്കണം എന്നുള്ളതായിരുന്നു തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിരിവും നടന്നു. പക്ഷേ വീട് ഇതുവരെ യാഥാർത്ഥ്യമായില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഒപ്പം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായി. വലിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. നേതാക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു. ഈ ഫണ്ട് പിരിച്ചതല്ലാതെ ഇത് എവിടെയും വീട് ഉയർന്നതായി കാണുന്നില്ല, അത് വലിയ നാണക്കേടുണ്ടാക്കുന്നു എന്നൊക്കെ ഈ പഠന ക്യാമ്പിൽ വലിയ വിമർശനം ഉയർന്നതാണ്. ഈ സാഹചര്യത്തിലാണ് ഈ വാർത്തകളുടെയും ഈ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണിപ്പോൾ ലക്ഷ്മി TR കൊച്ചി സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. താൻ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന് ഇതിൻ്റെ പേരിൽ പണം നൽകിയതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 88 ലക്ഷത്തോളം രൂപ പിരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ തുകയുടെ സമഗ്ര കണക്കുകളും ഫണ്ട് ഉപയോഗിച്ചത് എങ്ങനെയാണ് എന്നതിൻ്റെ വിശദാംശങ്ങളും ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇത് ഓഡിറ്റ്, അക്കൗണ്ട് തുടങ്ങിയ നടപടികൾ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും പാലിച്ചിട്ടില്ല എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പിരിച്ചെടുത്ത പണം അത് അന്യായമായി ദുരുപയോഗം ചെയ്തതായാണ് തനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇതിൽ കുറ്റക്കാരായ പ്രതികളായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അബിൻ വർക്കി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മറ്റ് വൈസ് പ്രസിഡന്റുമാരായ അരിത ബാബു, T അനുതാജ്, വൈശാഖ് S ദർശൻ, വിഷ്ണു സുനിൽ, VK ഷിബിൻ, OJ ജനീഷ് എന്നിങ്ങനെ ആകെ 8 പേർക്കെതിരെയാണ്, ഒരു പ്രസിഡന്റും 7 വൈസ് പ്രസിഡന്റുമാർ, അങ്ങനെ 8 പേർക്കെതിരെയാണ് ഇപ്പോൾ ലക്ഷ്മി സെൻട്രൽ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ഇവർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ കൈക്കൊള്ളണം എന്നുള്ളതാണ് ഈ പരാതിയിലെ ആവശ്യം. ആ പരാതി സെൻട്രൽ പോലീസ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പരിശോധന നടത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഉമേഷ്, നേരത്തെ തന്നെ സംസ്ഥാന പഠന ക്യാമ്പിൽ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ VD സതീശനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ പോലും അതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അത് പരസ്യമല്ലാത്തൊരു പ്രതികരണം വന്നത് ഞങ്ങൾ പിരിച്ച പണം കോൺഗ്രസിനെ ഏൽപ്പിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള പരാതി ഈ പഠന ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോലീസിലേക്ക് പരാതിയായി വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകാനുള്ള ഒരു നടപടി, പ്രത്യേകിച്ച് പരാതി പോലീസ് കേസാവുന്ന സാഹചര്യത്തിൽ? ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ടത് ഇതിലെ പ്രധാനപ്പെട്ട ആരോപണ വിധേയർ തന്നെയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, പ്രത്യേകിച്ച് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ അടക്കമുള്ളവരാണ് ഇതിൽ മറുപടി പറയേണ്ടത്. പക്ഷേ ഇതുവരെ അത്തരത്തിലൊരു പ്രതികരണം ഔദ്യോഗികമായി വന്നിട്ടില്ല. വരും മണിക്കൂറുകളിൽ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഗുരുതര ആരോപണം ഈ പരാതിക്കാരി പോലീസിന് നൽകിയ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 30ഓളം വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞ് വലിയ തുക പിരിച്ചതായാണ് മനസ്സിലാക്കുന്നത്. അത് ഉപയോഗിച്ച് വീട് നിർമ്മിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഇത്രയും നാളുകൾ കഴിഞ്ഞു, ഒരു വീടിൻ്റെ തറക്കല്ലിടുന്നത് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു പഠന ക്യാമ്പ് വരുന്നതും അതിൽ ഈ വിഷയം ചർച്ചയാകുന്നതും. അങ്ങനെ ചർച്ചയിലാണ് ഇത് പലരും സംശയിച്ചതുപോലെ, അതായത് ഈ പണം നൽകിയവർ പലരും സംശയിച്ചതുപോലെ ഇത് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ബലപ്പെടുമ്പോഴാണ് ഈ വിഷയം യൂത്ത് കോൺഗ്രസിൻ്റെ പഠന ക്യാമ്പിൽ
വലിയ ചർച്ചാ വിഷയമാകുന്നത്, വലിയ വിവാദമാകുന്നത്. അതിൽ ഉയർന്ന ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പരാതി നൽകുന്നത് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ പണം നൽകിയവരെല്ലാം കബളിപ്പിക്കപ്പെട്ടതായുള്ള സംശയമാണ് വരുന്നത്. കാരണം 88 ലക്ഷത്തോളം രൂപ പിരിച്ചെടുത്തിട്ട് അത് എവിടെ പോയി എന്നതിനൊരു ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് ദുരുപയോഗം ചെയ്തു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അവർ സ്വകാര്യ നേട്ടത്തിന് അത് ഉപയോഗിച്ചോ എന്നടക്കമുള്ള സംശയം ബലപ്പെടുകയാണ് എന്നൊക്കെ ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സെൻട്രൽ പോലീസിന് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത്.